കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് ക്ഷാമവും രൂക്ഷമാണ്. മരുന്ന് വിതരണക്കാർ കുടിശ്ശികയെ തുടർന്ന് വിതരണം നിർത്തിയതോടുകൂടിയാണ് ക്യാൻസർ, ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകൾക്കുൾപ്പെടെ ക്ഷാമം നേരിടുന്നത്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള ഫ്ലൂയിഡ് വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മളിപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞതേയുള്ളൂ. അതോടൊപ്പമാണ് മരുന്ന് ക്ഷാമം രൂക്ഷമാണ് എന്ന വാർത്ത കൂടി വരുന്നത്. അടിയന്തര വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ തന്നെയാണോ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ക്യാൻസർ, വൃക്ക, ഹൃദ്രോഗ ചികിത്സകൾക്കുള്ള മരുന്നുകളും ഒപ്പം തന്നെ സർജിക്കൽ ഉപകരണങ്ങൾക്കുമാണ് ക്ഷാമം നേരിടുന്നത്. ക്ഷാമം എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പിലാണ് ഈ നിലയ്ക്ക് മരുന്നുകൾ ലഭ്യമല്ലാത്തത്. അതിന് കാരണമായി പറയുന്നത് ഇക്കഴിഞ്ഞ 10-ാം തീയതി മുതൽ മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം നടത്തിയിരുന്ന, മരുന്ന് വിതരണം മാത്രമല്ല മരുന്നുകളും ഒപ്പം തന്നെ സർജിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വിതരണം നടത്തിയിരുന്ന കരാറുകാർ ഈ വിതരണം നിർത്തിവെച്ചു. അതിന് അവർ പറയുന്ന കാരണം 9 മാസമായി അവർക്ക് ഈ മരുന്ന് വിതരണം ചെയ്തതിനുള്ള കുടിശ്ശിക തുക ലഭിക്കാനുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള 9 മാസക്കാലത്തെ കുടിശ്ശികയാണ് ലഭിക്കാനുള്ളതായി മരുന്ന് വിതരണക്കാർ പറയുന്നത്. ഏതാണ്ട് 80 കോടിയോളം രൂപ ഈ നിലയ്ക്ക് വിവിധ മരുന്ന് വിതരണ കരാറുകാർക്ക് ലഭിക്കാനുണ്ട് എന്നുമാണ് അവരുടെ സംഘടന അസോസിയേഷൻ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ കൃത്യമായൊരു വിവരം തരുന്നില്ല. അവർ അതിലൊരു കൃത്യമായൊരു വിശദീകരണം നൽകുന്നില്ല. ഒപ്പം തന്നെ 3 മാസത്തിലൊരിക്കൽ ഈ മരുന്ന് വിതരണക്കാരുടെ കുടിശ്ശിക തീർപ്പാക്കണം എന്നാണ് മരുന്ന് വിതരണക്കാരും മെഡിക്കൽ കോളേജ് തമ്മിലുള്ള കരാറ്. ആ കരാർ പാലിക്കപ്പെടുന്നില്ല എന്നതടക്കമാണ് ഈ മരുന്ന് വിതരണക്കാരുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ടവർ നേരത്തെ സംസാരിച്ചിരുന്നു. പക്ഷേ അതിൽ പരിഹാരമില്ലാത്തതിനെ തുടർന്നാണ് ഈ മരുന്ന് വിതരണം നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയതെന്നുമാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ അവർ ബാങ്ക് ലോൺ എടുത്തും മറ്റുമാണ് ഈ മരുന്നുകൾ എത്തിച്ച് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രയാസം നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിൽ ഈ നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ഒപ്പം തന്നെ ഇത്രയും ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്ന് ലഭ്യമല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഷബീറിലേക്ക് വരാം. ഞാൻ MK രാഘവൻ MP ടെലിഫോണിലുണ്ട്, അദ്ദേഹത്തോട് പ്രതികരണം തേടാം. ശ്രീ MK രാഘവൻ MP, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പിലാണ് മരുന്ന് ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീച്ച് ഹോസ്പിറ്റലാണെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള സൗജന്യ ഫ്ലൂയിഡ് വിതരണം അടക്കം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് രോഗികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ പോലും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിൽ യാതൊരു സംശയമില്ല. ഗവൺമെന്റും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഞാൻ കത്തയച്ചതാണ്. ഞാൻ വിവരം കൃത്യമായി എഴുതി അയച്ചതാണ്. അതുമാത്രമല്ല, ഈ നമ്മുടെ മരുന്നും കിട്ടാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. കാരണം മരുന്ന് വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർത്തില്ല. അവരാണെങ്കിൽ മരുന്ന് കൊടുക്കാൻ തയ്യാറില്ല. അപ്പോ ഒരു ആശുപത്രിയുടെ ആവശ്യകത എന്തിനാണോ അത് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. കാരണം രോഗികൾ ആകെ കഷ്ടപ്പെടുകയാണ്. ഒരു മരുന്നില്ല, ഒന്നുമില്ല. ഞാൻ ബന്ധപ്പെട്ട ഡോക്ടർമാരെല്ലാവരും വിളിച്ചു. അവരെല്ലാം കൈമലർത്തുകയാണ്. കാരണം ആശുപത്രിയുടെ പോക്ക് ഗുണകരമല്ല, ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല. എന്നും അത് ജില്ലയിൽ തന്നെ ഉള്ള മന്ത്രിമാർ, നമുക്ക് ജില്ലയിൽ 2 മന്ത്രിമാരുണ്ട്. 2 മന്ത്രിമാരും ഈ കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ജില്ലകളിലെ പേഷ്യൻസ് വന്നു ചേരുന്ന മെഡിക്കൽ കോളേജാണ്. അവിടെയാണ് ഈ ദുരവസ്ഥ നിലനിൽക്കണം. എന്നിട്ട് നമ്മുടെ ജില്ലയിലെ ഭരണകക്ഷി MLA-മാർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒരു ശ്രദ്ധയുമില്ല. അവരാരും ഈ കാര്യങ്ങളിൽ ഗൗരവം കാണിക്കുന്നുമില്ല. മെഡിക്കൽ കോളേജുകൾ നന്ദി MK രാഘവൻ MP പ്രതികരിച്ചതിന്. മന്ത്രിമാരുടെ ആരുടെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. വലിയ അലംഭാവം തന്നെ ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നു എന്നാണ് MK രാഘവൻ MPയുടെ വിശദീകരണം.